യുദ്ധം വേണ്ട, പക്ഷെ വീണ്ടും കപ്പൽ യുദ്ധം. അമേരിക്കയെ മുൾമുനയിൽ നിർത്തി ഇറാന്റെ പുതിയ കളി. പശ്ചിമേഷ്യയിലെ ചതുരംഗപ്പലകയിൽ അമേരിക്കയും ഇറാനും നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെ എപ്പോഴും മുൾമുനയിൽ നിർത്തുന്നവ തന്നെയാണ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇത് തികച്ചും അസംബന്ധമെന്ന് തോന്നാം. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മളൊരു കരാറിലെത്താൻ സാധ്യതയുണ്ട് എന്ന് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു. എന്നാൽ കൃത്യം 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നു. ഇത് കേവലം യാദൃശ്ചികതയല്ല, മറിച്ച് ഇറാൻ കാലങ്ങളായി പിന്തുടരുന്ന പ്രതിരോധ നയതന്ത്രത്തിന്റെ ഭാഗമാണ്. നമ്മളിതിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം സംഘർഷങ്ങൾക്കിടയിലും സമാന്തരമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടിയുള്ള മേശപ്പുറത്തെ സംഭാഷണങ്ങളും സമുദ്രത്തിലെ മിസൈൽ ഗർജനങ്ങളും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക്. ഈ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ ഏറ്റവും വലിയ ആയുധമാണ്. സാങ്കേതികമായി തങ്ങളെക്കാൾ കരുത്തരായ അമേരിക്കയെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് തന്നെ ഈ അസമമായിട്ടുള്ള യുദ്ധമുറകളാണ്. ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം, കടലിലെ മൈനുകൾ, ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവരുടെയൊക്കെ അമേരിക്കൻ പടക്കപ്പലുകളെ പ്രതിരോധത്തിലാക്കാൻ ഇറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം ഇല്ലേ എന്ന് ചോദിച്ചാൽ യുദ്ധമില്ല. സത്യത്തിൽ പടക്കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിസൈലുകൾ പായുന്നുണ്ട്. അത്തരത്തിലുള്ള കപ്പൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ അമേരിക്കയുടെ തന്നെ പടക്കപ്പലുകളെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചാണ്. മെയ് 7 നടന്ന ആക്രമണം തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. നമുക്കത് അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കും. സമാധാന ചർച്ചകളിൽ തങ്ങൾക്ക് മേൽക്കോയ്മ ലഭിക്കണമെങ്കിൽ യുദ്ധക്കളത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കണമെന്ന് ഇറാൻ വിശ്വസിക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം ആയുധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. അന്നത്തെ ടാങ്കർ യുദ്ധം ഇന്നത്തെ സാഹചര്യത്തിന് സമാനമായിരുന്നു. പേർഷ്യൻ ഗൾഫിലെ എണ്ണക്കപ്പലുകളെ സംരക്ഷിക്കുവാൻ അമേരിക്ക ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ നടപ്പിലാക്കി. 1988 USS സാമുവൽ ബി റോബർട്ട്സ് എന്ന കപ്പൽ ഇറാന്റെ മൈനിൽ തട്ടിയപ്പോൾ അമേരിക്ക അതിശക്തമായിട്ട് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ കടുത്ത സംഘർഷങ്ങൾക്കിടയിലും ഇവർ തമ്മിലുള്ള രഹസ്യ ചർച്ചകൾ നടന്നിരുന്നു. ഇതാണ് പിന്നീട് ലോകം ഇറാൻ കോൺട്രാ വിവാദം എന്ന് വിളിച്ചു പറഞ്ഞത്. പരസ്യമായി പോരാടുമ്പോഴും രഹസ്യമായ ആയുധങ്ങൾക്കും ബന്ദികൾക്കും വേണ്ടിയിട്ട് ചർച്ച നടത്തുന്ന ഈ വൈരുദ്ധ്യം അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് നയതന്ത്രം എന്നത് യുദ്ധത്തിന്റെ അഭാവമല്ല, മറിച്ച് മറ്റൊരു രൂപത്തിലുള്ള പോരാട്ടം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കേവലം അതൊരു ശത്രുതയുടേത് മാത്രമല്ല. 2001 ഭീകരാക്രമണത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ അമേരിക്ക പോരാടുമ്പോൾ ഇറാൻ നിശബ്ദമായിട്ട് സഹകരിച്ചിരുന്നു. ഇറാന്റെ ശത്രുവായിട്ടുള്ള താലിബാനെ തുരത്താൻ അമേരിക്കയെ സഹായിക്കുന്നത് തങ്ങളുടെ താല്പര്യമാണ് എന്ന് അവർ അന്ന് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഈ സഹകരണത്തിന് ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഇറാനെ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഇറാനെ കൂടുതൽ ജാഗരൂകരാക്കി. തുടർന്ന് ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിയ ആസാബ് അബുൽ ഹഖ് എന്ന് പറയുന്ന പോലുള്ള ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരേ സമയം ഇറാഖിലെ സ്ഥിരതയ്ക്കായിട്ട് ബാഗ്ദാദിൽ അമേരിക്കയുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെടുകയും അതേസമയം തന്നെ അമേരിക്കൻ അധിനിവേശത്തെ സൈനികമായിട്ട് നേരിടുകയും ചെയ്ത ഇറാന്റെ തന്ത്രം സത്യത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു. ഇറാൻ വെറും ഒരു രാജ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ തന്നെയുള്ള വലിയൊരു സ്വാധീന ശക്തിയുള്ള നയതന്ത്ര കേന്ദ്രമാണ് ഇറാൻ എന്നത്. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ എന്നിങ്ങനെ വിപുലമായിട്ടുള്ള സഖ്യകക്ഷികൾ ഇവർക്കുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് എങ്കിലും തങ്ങളുടെ പ്രതിരോധ വ്യവസായത്തെ ശക്തിപ്പെടുത്തുവാൻ ഇതവർക്ക് പ്രചോദനമായി എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ ഒന്ന് ഇറാന്റെ കൈവശമാണ്. USS എബ്രഹാം ലിങ്കൺ പോലുള്ള വിമാനവാഹിനി കപ്പലുകളെ പോലും നിരീക്ഷിക്കുവാനും വെല്ലുവിളിക്കുവാനും ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് സാധിക്കുമെന്ന് അവർ തന്നെ അവകാശപ്പെടുകയാണ്. അപ്പൊ ഈ കരുത്താണ് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരു നേതാവിനെ കൊണ്ട് നമുക്ക് ചർച്ചയാകാമെന്ന് പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇറാനെ നമുക്ക്
വെറുതെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ തന്ത്രം വ്യക്തമാണ്. തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ട്രംപിന്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ 1980-കളുടെയും 2000-ന്റെ ആ കാലഘട്ടങ്ങളുടെയൊക്കെ ആവർത്തനമാണിതെന്ന് പറയാം. ട്രംപിന്റെ പ്രസ്താവനകളും ഹോർമുസിലെ സ്ഫോടനങ്ങളും ഒക്കെ അവ തമ്മിൽ വലിയ ദൂരമില്ല. ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്ന ഉറച്ച നിലപാടിൽ ഇറാൻ എത്തുന്നു. അതിനായിട്ട് അവർ നയതന്ത്ര ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ നാവിക അതിർത്തികളിൽ അമേരിക്കൻ സാന്നിധ്യം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിസൈലുകളിലൂടെ അവർ അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കപ്പൽ യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധമില്ലേ എന്ന് ചോദിച്ചാൽ യുദ്ധമില്ല, യുദ്ധം വേണ്ട, പക്ഷേ കപ്പൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സമാധാനത്തിന് വേണ്ടി തയ്യാറാണെങ്കിലും തലകുനിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് യുദ്ധമായി പരിണമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അമേരിക്കയും ചർച്ചകൾക്ക് ഹോർമുസിലെ ഓളങ്ങളെക്കാൾ ചൂടുണ്ടാകുന്നു ഈ ഇവർ തമ്മിലുള്ള ചർച്ചകളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വലിയ ചൂടുള്ള ചർച്ചകളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ഉടനെങ്ങും അവസാനിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാൻ രണ്ടു പക്ഷവും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സൈനികമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി നയതന്ത്ര മേശയിൽ കൂടുതൽ ഇളവുകൾ നേടിയെടുക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. അമേരിക്കയാകട്ടെ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും അവരുമായിട്ടുള്ള ഒരു ശാശ്വത കരാറിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇന്ന് ഒരു യുദ്ധക്കളമായി തോന്നാം, പക്ഷേ അത് നയതന്ത്രം മൂർച്ച കൂട്ടുന്ന ഒരു ഉലയായിട്ട് നമ്മൾ കാണേണ്ടി വരും. അത്തരത്തിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. ചരിത്രം കാണിച്ചു തരുന്നത് പോലെ ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകൾക്കൊടുവിലാണ് പലപ്പോഴും വലിയ കരാറുകൾ പിറവിയെടുത്തിട്ടുള്ളത് എന്നാണ്. ഇറാന്റെ കരുത്തും അമേരിക്കയുടെ താല്പര്യങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള അധ്യായമായിട്ട് തുടരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടെ യുദ്ധം വേണ്ട എന്ന് ഇറാനും അമേരിക്കയും ഒരേ സമയം പറയുമ്പോഴും പക്ഷെ ആ കടലിൽ കപ്പൽ യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയെ സത്യത്തിൽ പലപ്പോഴും മുൾമുനയിൽ നിർത്തി ഇറാന്റെ പുതിയ കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ അമേരിക്ക തകർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പരാജയം തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ട്രംപിന്റെ പടയും മാറുന്നു എന്നുള്ളതാണ് അരോചകമാകുന്നത്. ലോകം ആശങ്കയിലാകുന്നത് യുദ്ധം വേണ്ട എന്ന് പറയുകയും അതേസമയം സമാധാനത്തിന്റെ ചർച്ചകൾ നടക്കുകയും വീണ്ടും കപ്പൽ യുദ്ധം നടത്തുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് ഈ രണ്ട് രാജ്യങ്ങളും.